ഇന്ന് രാത്രി അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് 6-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളെ വായിച്ച് നമുക്ക് ഒരുമിച്ച് അല്പനേരം ദൈവത്തെ ചിന്തിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അതിപ്പോ സ്നേഹ തന്നെ വായിക്കും, ശ്രദ്ധിച്ചാൽ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായ്കയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. ഉമ്മരപ്പടി കാവൽക്കാരായി രാജാവിന്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാന, തേരെശ് എന്നീ 2 പേർ അശ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനുവേണ്ടി മൊർദെഖായിക്ക് എന്തു ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. നമുക്ക് സുപരിചിതമായൊരു വേദവാക്യമാണല്ലോ ഇത്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ആ രാത്രിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. വിശ്വസ്തനായ, ശക്തനായ, ധൈര്യശാലിയായ ഒരു യഹൂദൻ കൊല്ലപ്പെടേണ്ട ആ പകൽ, അതിന്റെ തലേ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല എന്നുള്ളതാണ്. ഈ ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒത്തിരി ഭക്തന്മാരെ കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട്. യോസേഫ് എന്ന് പറയുന്ന ആ ഭക്തൻ താൻ കാരാഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മിസ്രൈമിലെ രാജാവിന്റെ അടുത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം അനുഭവിച്ച വ്യതകളും കഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ നമുക്കറിയാം. അവിടെ ആ സമയത്തൊക്കെ യോസേഫ് വളരെ വിശ്വസ്തനായിരുന്നു. ദൈവം ദീർഘകാലങ്ങളിലേക്ക് തന്നെ അടച്ചു സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരാഗ്രഹത്തിൽ നിന്ന് രാജാവിന്റെ അടുത്ത് വരെ എത്തുന്ന, രാജാവിന്റെ അതേ പദവിയുള്ള, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മേലെന്ന് യോസെഫിനോട് ഫറവോൻ പറയുന്ന ആ പദവി, അത് നിസാര പദവിയല്ല, വലിയ കാര്യം തന്നെയാണ്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ഗൃഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ദൈവത്താൽ മാനിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ മൊർദെഖായി എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. രാജാവിനെ, അഹശ്വേരോശിനെ കയ്യേറ്റം ചെയ്യുവാൻ 2 പേർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായി ആ കാര്യം രാജാവിനെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ആ അറിവ് നിമിത്തം രാജാവ് ഒരുപക്ഷെ കൊല്ലപ്പെടാതെ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. രാജാവിന് ഉറക്കം വരാത്ത രാത്രിയിൽ രാജാവ് കഴിഞ്ഞ കാലങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളെ ദിനവൃത്താന്ത പുസ്തകം നോക്കി അത് വായിച്ചു കേൾക്കുമ്പോൾ ഇങ്ങനെ മൊർദെഖായി ചെയ്ത കാര്യത്തിന് മൊർദെഖായിക്ക് എന്തെങ്കിലും പാരിതോഷികമായി കൊടുത്തോ, വല്ല ബഹുമാനവും പദവിയും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ല എന്നുള്ള അറിവ് അന്നാണ് രാജാവിന് മനസ്സിലായത്. രാജാവ് ഏതായാലും ഈ മൊർദെഖായിക്ക് ഒരു ബഹുമാനം കൊടുക്കാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്ത് ആ രാവിലെ സമയത്തിനെ നമുക്കറിയില്ലെങ്കിലും വളരെ പ്രഭാതത്തിലായിരിക്കാം, തനിക്ക് വേണ്ടി 50 മുഴ ഉയരമുള്ള ഒരു കഴുമരം തീർത്ത ശേഷം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഹാമാൻ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ശത്രുവായിരിക്കുന്ന ദുഷ്ടമനുഷ്യൻ വളരെ സന്തോഷത്തോടെ വന്ന് പ്രാകാരത്തിൽ നിൽക്കുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാം. രാജാവ് ആരാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ രാജാവിന്റെ അടുത്ത് പരിചരിച്ചു നിൽക്കുന്നവർ ഹാമാൻ പുറത്തുണ്ട് എന്നുള്ള വാക്ക് രാജാവിനോട് പറഞ്ഞപ്പോൾ ഹാമാനെ അകത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹാമാൻ അകത്ത് വരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് ഹാമാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ അവൻ ഏത് വിധത്തിലാണ് ബഹുമാനിക്കേണ്ടത്? ഈ ഹാമാൻ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അവനെ രാജവസ്ത്രം ധരിപ്പിക്കണം, രാജാവ് കയറുന്ന കുതിര മേൽ കയറ്റണം, രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ വെക്കണം, രാജാവിന്റെ അതിശ്രേഷ്ഠ പുരുഷന്മാരിൽ ഒരുത്തൻ അവനെ മുമ്പിൽ നടന്ന് രാജാവ് ബഹുമാനിക്കുന്നവൻ ഇങ്ങനെ ബഹുമാനിക്കപ്പെടും എന്ന് വിളിച്ചു പറയണം. ഈ ഹാമാന്റെ ഉള്ളിൽ എന്നെ അല്ലാതെ മറ്റേ ആരെയാണ് ഈ വിധത്തിൽ ബഹുമാനിക്കുന്നത് എന്നുള്ളൊരു ചിന്ത കയറി കൂടിയതുകൊണ്ട്, അല്ലെങ്കിൽ തെറ്റായ ഒരു ആശയം തന്നിൽ ഉദിച്ചത് കൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുകയാണ്. രാജാവ് കയറുന്ന കുതിരയും രാജാവിന്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും രാജവസ്ത്രവും ധരിച്ചാൽ സത്യത്തിൽ ഹാമാന്റെ ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാകും. അവിടെ രാജാവ് തന്നെയാണ് ഈ പോകുന്ന വ്യക്തി എന്ന് ഒരു ഒറ്റനോട്ടത്തിൽ തോന്നിപ്പോകും. എന്നാൽ ഈ മൊർദെഖായി എന്ന് പറയുന്ന ആ മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഇത് ഒരുക്കുന്നെന്നുള്ളത് ശത്രുവായിരിക്കുന്ന ഹാമാൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
രാജാവ് ഹാമാനോട് പറഞ്ഞു, ഇതിലൊന്നുപോലും കുറയാതെ നീ പറഞ്ഞതുപോലെ എല്ലാം മൊർദെഖായിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. നോക്കണം, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം തീർത്ത് അന്ന് തന്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായി വളരെ ആഗ്രഹത്തോടെ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും പരാജയപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ ഹാമാനിൽ സംജാതമായി എന്നുള്ളതാണ്. രാജാവിന് ഉറക്കം വരാത്ത രാത്രിയിൽ സർവശക്തനായ ദൈവം ചെയ്തെടുത്ത ചില സംഭവങ്ങൾ, കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് വേദനിക്കുന്ന രംഗങ്ങളുണ്ട്. എങ്കിലും അത് നമുക്ക് വീണ്ടും പിന്നാലെ ചിന്തിച്ചു വരാം. ഏതായാലും ഒന്നുപോലും കുറയാതെ ഇത് മൊർദെഖായിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. വാതിൽ കാവൽക്കാരായി അന്നും ഇതിനു മുമ്പത്തെ സംഭവം നടക്കുമ്പോൾ ഒരുപോലെ വിശ്വസ്തയോടെ കാത്തിരുന്ന മൊർദെഖായിയെ ഹാമാൻ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് കൊണ്ടുപോയി കുതിരപ്പുറത്ത് കയറ്റി പട്ടണത്തിൽ കൂടെ വിളിച്ചു പറഞ്ഞ് തിരിച്ച് മൊർദെഖായി വന്നിരിക്കുന്നത് ആ മുമ്പിൽ ഉണ്ടായിരുന്ന അതേ പടിവാതിലിലാണെന്നുള്ളത് ചിന്തിക്കണം. പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ എത്ര അർത്ഥവത്തായ കസാരയ്ക്ക് വേണ്ടിയും മറ്റ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ആകെ കൂടി നിരാശയും തകർന്നൊരവസ്ഥയും സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്ര ഉന്നതമായ ഒരു പദവി ലോകം തികച്ചും വിളിച്ചറിയ ശേഷവും താൻ വന്ന് തന്റെ ഡ്യൂട്ടിയിൽ വ്യാപൃതനായിരുന്നു, താൻ അതിൽ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യാതൊരു വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ അവിടെ ഇരുന്നു. രാജാവിന് ഉറക്കം വരാത്ത രാത്രി അത് സംഭവിക്കാനുള്ള കാരണം അത് മാത്രമല്ല. 3-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി സകല യഹൂദന്മാരെയും ആബാലവൃന്ദം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും വസ്തുവക കൊള്ളയിടുകയും ചെയ്യണം എന്നുള്ള നിയമം ദുഷ്ടനായ ഹാമാൻ ഈ 127 സംസ്ഥാനങ്ങളിലും പ്രസിദ്ധം ചെയ്തത് യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നുപോലും ശേഷിക്കാതെ കൊന്നുകളയുവാനായി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ അഹശ്വേരോശ് രാജാവിന്റെ 127 സംസ്ഥാനമുള്ള വലിയ രാജ്യത്ത് ഇതെല്ലാം പ്രസിദ്ധമാക്കിയപ്പോൾ ഒരു വലിയ സങ്കടം അവിടെ നടന്നിട്ടുണ്ട്. ദുഃഖകരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന മരണഭയമുള്ള മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. മരണം തനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഇവിടെ യഹൂദജാതിയെ മുഴുവനും ആബാലവൃന്ദം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിക്കണമെന്നുള്ള രാജകൽപ്പനയാണ് പുറപ്പെട്ടിരിക്കുന്നത്. രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് ചതി പ്രയോഗിച്ച് കാര്യങ്ങൾ നടത്തിയിരിക്കുന്ന സംഭവം അത് വളരെ വേദനയുള്ളതാണ്. ഒരു ജാതി, യഹൂദ ജാതി എന്ന് പറയുന്നത് ഒന്നുപോലും അവശേഷിക്കാതെ ഇല്ലായ്മയാകുന്ന ഒരു രംഗം ഇത് മൊർദെഖായിയും അറിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടെ തലയിൽ പൂഴിവാരിയിട്ടുകൊണ്ട് പട്ടണത്തിൽ കൂടെ നിലവിളിച്ച് നടക്കുന്ന മൊർദെഖായിയെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ മൊർദെഖായി മരണഭീതിയുള്ളവനല്ല. മൊർദെഖായി ഇങ്ങനെ ഭയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം ഒരു ദുഃഖകരമായ കാര്യമാണ്. അപ്പൊ രാജാവിന് ഉറക്കം വരാതിരിക്കുന്നതിന് പിന്നിൽ വളരെ പ്രത്യേകതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ഈ 3-ാം അധ്യായത്തിലെ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി നടക്കേണ്ട ആ പ്രവൃത്തിയെ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ മൊർദെഖായി തന്റെ അകത്തുള്ള തന്റെ പരിചരണത്തിൽ വളർന്നു വന്ന എസ്തേറിനെ കാര്യം ധരിപ്പിച്ചു. കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടാം. ഇവിടെ ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നതായി കാണാം. മൊർദെഖായി ഉപവസിക്കുന്നു. എസ്തേർ പറഞ്ഞു, ഞാനും എന്റെ ബാല്യക്കാരത്തികളും ഉപവസിക്കും. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ കൂട്ടി നിങ്ങൾ ഉപവസിപ്പീൻ. നിയമപരമല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അടുത്ത് കയറി ചെല്ലുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ഞാൻ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തിൽ ഈ മൊർദെഖായിയും എസ്തേറും അവിടുത്തെ യഹൂദന്മാരും ഒരു തീരുമാനത്തിലെത്തി നിലവിളിയോടുകൂടി കാര്യങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം, രാപ്പകലില്ലാതെ ദൂതരാൽ ആരാധിക്കപ്പെടുന്ന സർവശക്തന സർവജ്ഞാനി, ആ ദൈവത്തിന് പ്രവർത്തിക്കേണ്ടി വന്നു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നോക്കണം, ഒരു ജാതിയെ, ഒരു മൊർദെഖായി മാത്രമല്ല, യഹൂദ ജാതിയെ മുഴുവനും നിർമൂലമാക്കുവാൻ പ്ലാൻ ചെയ്തിരുന്ന ആ സംഭവത്തിന്റെ ഗതി മാറ്റിവിടുവാനായി ദൈവം ഇണക്കിയ പദ്ധതിയായിരുന്നു ഈ ഉറക്കം വരാത്ത ആ രാത്രി എന്ന് നമുക്കറിയാം. ഇവിടെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉപവാസത്തിന്റെ പിൻബലത്തിൽ എസ്തേർ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് നിയമപരമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. ദൈവത്തിനുള്ള ആശ്രയം, ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ചും ദൈവം ഒന്നോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും
ഇവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പിൻബലത്തിൽ, ആ ദൈവത്തിനുള്ള ആശ്രയത്തിൽ, ദൈവം പ്രവർത്തിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ, അങ്ങനെ ഉപവാസത്തിന്റെ പിൻബലത്തോടുകൂടി എസ്തേർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ പിന്നിൽ ഈ എസ്തേറിന് ഏറ്റവും പിൻബലമുള്ളത് മൊർദെഖായിയാണ്. മൊർദെഖായി ശക്തനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊർദെഖായി ഒരു തരത്തിലും കുലുങ്ങാത്ത, കീഴ്പ്പെടാത്ത, കുഞ്ഞിപ്പോകാത്ത, തെറ്റിന് വിധേയപ്പെടാത്ത, കുമ്പിടാത്ത ഒരു ശക്തനായിരിക്കുന്ന മനുഷ്യനാണ് മൊർദെഖായി എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ എസ്തേർ നിയമപരമല്ലെങ്കിൽ രാജാവിന്റെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് ചെങ്കോല് നീട്ടുകയും എസ്തേർ ചെന്ന് അതിനെ സ്പർശിച്ച് കാര്യം ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അവിടെ തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ നിനക്ക് തന്നുകൊള്ളാം, നിന്റെ ആവശ്യം അറിയിക്കാൻ അഹശ്വേരോശ് പറയുന്നുണ്ട്. അവിടെ എസ്തർ വളരെ ബുദ്ധിയോടുകൂടി കാര്യം ചെയ്തിട്ട് പറയാ, ഞാനൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, ആ വിരുന്നിന് വരണം, രാജാവും ഹാമാനും വരണം എന്നാണ് ഇവിടെ എസ്തർ രാജാവിനോട് ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഹാമാൻ നിഗളിച്ച് ഏറ്റവും ഉന്നതമായ പദവിയിൽ എന്നെ കരുതുന്നു എന്നുള്ളതെല്ലാം താൻ മൂഢസ്വർഗത്തിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇവിടെ ഒന്നാം വിരുന്നു ദിവസത്തിൽ രാജാവ് ഈ കാര്യം പറയുമ്പോൾ രാജാവും ഹാമാനും മാത്രമാണ് ആ വിരുന്നിനുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, ചില പദവികൾ അത് നാശത്തിനായിട്ടുള്ളതാണ്. ദാവീദ് രാജാവായിരിക്കുന്ന സമയത്ത് തന്റെ മകൻ ദാവീദിനെ പുറത്താക്കിക്കൊണ്ട് രാജാവും പരിവാരങ്ങളും ആ മരുഭൂമിയിലും കാട്ടിലേക്കും അലഞ്ഞു പോകുമ്പോൾ തന്റെ മകൻ രാജസ്ഥാനത്ത് ഇരിക്കുന്നത് അത് പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ തനിക്കത് കഴിഞ്ഞു. എന്തിനു വേണ്ടി? തന്റെ എന്നേക്കുമുള്ള നാശത്തിന് വേണ്ടിയും ദാവീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയുമായിരുന്നു അത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകാത്ത ഒരു പദവിക്ക് വേണ്ടിയോ, ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയോ ബന്ധപ്പെടുന്ന സമൂഹത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ശുഭകരമായിരിക്കുകയില്ല. മാത്രമല്ല തന്റെ ഭക്തന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുന്നതിന് വേണ്ടി അവർക്കൊരു നാശം കൂടി ആയിരിക്കും എന്നുള്ളതും നാം മറന്നു പോകരുത്. അങ്ങനെ ഒന്നാമത്തെ വിരുന്നു ദിവസത്തിൽ വളരെ സന്തോഷിച്ച് ഹാമാനും രാജാവും അവിടുന്ന് പുറപ്പെട്ടു പോകുന്നതായി കാണുന്നു. ഇവിടുത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വലിയ പദവിക്കൊക്കെ ആയി നമ്മെ മാത്രം കാണുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒക്കെ അതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാജാവിന്റെ ഭാര്യ രാജാവിനെയും മറ്റൊരു മനുഷ്യനെയും മാത്രം വെച്ചുകൊണ്ടൊരു വിരുന്ന് കഴിക്കുമ്പോൾ അവിടെ ബുദ്ധിമാനായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേടാണ് അവിടെ കാണുന്നതെന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ഇതൊന്നും അവിടെ അവസരമുണ്ടായില്ല. കാരണം ദൈവം ഒരു മനുഷ്യനോട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ വിലക്കുവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതങ്ങനെ സംഭവിക്കുന്നു. 5-ാം അധ്യായം തന്നെ അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒന്നാമത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് പോയിട്ട് തന്റെ ഭാര്യയോടും തന്റെ സ്നേഹിതരോടും ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഹാമാൻ. മൊർദെഖായി തന്നെ കൂസാതെയും എഴുന്നേക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഹാമാൻ കോപമുള്ളവനാണ്. പക്ഷേ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നതിൽ അത്രത്തോളം കൊണ്ട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കോപത്തോടെയാണെങ്കിലും ഒന്നാമത്തെ ദിവസം വീഞ്ഞു വിരുന്ന് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഹാമാൻ വീട്ടിലേക്ക് പോകുന്നതായി കാണുന്നു. അതിന്റെ 5-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. വായിക്കാൻ പോകുന്നു. എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സെരേശിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിനും എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോട് കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോട് കൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കേട്ടല്ലോ, ഈ ഹാമാൻ ഇപ്പോഴും കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹാമാൻ ഇവിടെ വീട്ടിൽ ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഏറ്റവും വലിയ പദവിയിലാക്കി, എന്റെ ധനമഹാത്മ്യം, എന്റെ പുത്ര ബാഹുല്യം, എനിക്കുള്ള പദവി, എന്നെ അല്ലാതെ ആരെയും വിളിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴും ഹാമാന്റെ നേരെ വരുവാനിരിക്കുന്ന ദൈവകോപത്തിന്റെ പൂർണ്ണരൂപം പിന്നാലെ വരുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വസ്തതയും ഒരു സമൂഹത്തിന്റെ ഉപവാസവും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന നിലവിളിയുടെ കാഠിന്യവും അത് നിമിത്തം ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ യോശുവ എന്ന് പറയുന്ന വിശ്വസ്തനായ ഒരു മനുഷ്യൻ സൂര്യനോടും ചന്ദ്രനോടും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ചലിക്കരുതെന്നുള്ള ഒരു വാക്ക് പുറപ്പെടുവിച്ചപ്പോൾ സൂര്യൻ അവിടെ നിന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ സൂര്യനെ പ്രപഞ്ചത്തിലെ ഏത് സ്ഥലത്തെയും ഏത് സാഹചര്യത്തെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന സ്വർഗീയ പിതാവിന്റെ മക്കളാണ് ഇവിടെ
ഈ എസ്തറും ഈ മൊർദെഖായി എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പോയി രണ്ടാമത്തെ വീഞ്ഞ് ദിവസത്തിനും ഒന്നാമത്തെ വീഞ്ഞ് വരുന്നതിന് ശേഷവും, അതാണ് നമ്മൾ ആദ്യം വായിച്ച 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം, അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം സുരുക്കൂട്ടി ഒരുക്കി വരുന്ന സമയത്ത് ഈ കാര്യത്തിൽ തന്റെ ഭാര്യയും തന്റെ സ്നേഹിതന്മാരും പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഹാമാനെ നീ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വലിയ കഴുമരം ഉണ്ടാക്കി, 50 മുഴ ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്, അല്ലെ? ലോകത്തിന് ഇത് പറയാം. അപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ മക്കൾക്ക് വേണ്ടി ഏത് വിധത്തിലുള്ളതെന്ന് ഒരിക്കലും ചിന്തിക്കാനായിട്ട് കഴിയില്ല. അത് ദൈവം പ്രവർത്തിക്കും, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ തടയുവാൻ ഇവിടെ അഹശ്വേരോശ് രാജാവിനോ ഹാമാനോ അല്ലെങ്കിൽ അവന്റെ പുത്രസമ്പത്തിനോ തന്റെ അറിവിനോ കഴിവിനോ പണസമ്പത്തിനോ കഴിയില്ല. സ്വർഗത്തിലെ ദൈവം കരയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവിക പദ്ധതിയെ നമുക്ക് പല വിധത്തിലും തിരുവചനത്തിൽ കൂടി കാണുവാൻ കഴിയുന്നു. അന്നും ഇന്നും നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം അനുഭവിക്കുന്ന വ്യതകൾ ദൈവഹിത പ്രകാരമെങ്കിൽ, സുവിശേഷ നിമിത്തമെങ്കിൽ, നാം അനുഭവിക്കുന്ന കഷ്ടങ്ങളും സങ്കടങ്ങളും അതിന് തീർപ്പ് കൽപ്പിക്കുന്ന പരമ അധികാരിയായ ഒരു കർത്താവുണ്ട്. അവന്റെ വാക്ക് പുറപ്പെട്ടാൽ അത് അങ്ങനെ തന്നെയാണ്. അവൻ ഉവ്വെന്ന് മാത്രമേ പറയുന്ന ഒരു ദൈവമാണല്ലോ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ജനത്തെ തൊട്ടുകളിച്ച ഹാമാന്റെ ജീവിതത്തിൽ അതൊരു അനർത്ഥമായി തീർന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവിന് ഉറക്കം വരാത്തത് കൊണ്ട് ആരെയാണോ ദൈവം മാനിക്കേണ്ടത് ആ മനുഷ്യനെ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈ ഹാമാൻ കുതിരപ്പുറത്ത് കയറ്റി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കുന്നവൻ ഇങ്ങനെയാണെന്ന് ലോകത്തിനു മുമ്പിൽ പറയേണ്ടിയും വന്നു. നമുക്കറിയാം, നേരത്തെ ഈ ഹാമാന് മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നതിൽ വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ആ ജാതിയെ മുഴുവനാണ് ഇല്ലാതാക്കാൻ താൻ ആഗ്രഹിച്ചത്. തന്നെ മാത്രമായിരുന്നെങ്കിൽ നേരത്തെ കാര്യം നടന്നു പോയനെ, എല്ലാം സിമ്പിളായി നടന്നേനെ. പക്ഷേ ഒരു മനുഷ്യന്റെ മൈൻഡിനെ നിയന്ത്രിക്കാനും കർത്താവിന് കഴിയുമല്ലോ. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ ഭക്തന്മാരുടെ നിലവിളിയും പ്രാർത്ഥനയുമായിരിക്കും മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന പ്രവൃത്തികൾ. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നു, തന്റെ ഭക്തന്മാരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കും മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. ദൈവമക്കൾക്ക് വരുന്ന വേദന മറ്റൊരു സ്ഥലത്ത് സന്തോഷമായി മാറുന്നുവെങ്കിൽ താമസം വിന ആ സന്തോഷം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിധേയപ്പെടേണ്ടി വരും. ദൈവമക്കൾ നിലനിൽക്കും. മാത്രമല്ല 20-ാം സങ്കീർത്തനം പറയുന്നത് പോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു. അവർ കുനിഞ്ഞു വീണു പോകുമ്പോൾ ഞങ്ങൾ നിവർന്ന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരിക്കൽ പോലും നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം ശത്രു സകല വഴികളും അടച്ച് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പദ്ധതിയിടുന്ന സമയത്തും തന്റെ ഭക്തന്മാരെ നിവർത്തി നിർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ ആ പ്രഹരമായിരുന്നു ഇവിടെ ഹാമാന്റെ മേലെ പതിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കണ്ടെന്നു വരികയില്ല. അനുകൂലമായ യാതൊരു സാധ്യതകളും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ശരി, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമാണെങ്കിൽ, ജീവിതത്തിൽ വിശ്വസ്തനാണെങ്കിൽ, ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നുവെങ്കിൽ, യോസേഫിനെ പോലെയും മൊർദെഖായിയെ പോലെ ആ വിധത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മെ ആരെല്ലാം ഒതുക്കി വെച്ചാലും ദൈവം മുമ്പാകെ വളരുന്ന, ദൈവം ഉയർത്തുന്ന, ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അതെല്ലാവരെയല്ല, ദൈവഹിതപ്രകാരം ദൈവം കണ്ടിരിക്കുന്നവരെ എന്നും കൂടെ നാം ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഹാമാൻ മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി നാണം കെട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ മൊർദെഖായി തന്റെ പഴയ കാര്യങ്ങൾ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ വലിയ വീരകൃത്യമൊക്കെ പറഞ്ഞ ഹാമാൻ വീണ്ടും വീട്ടിൽ ചെന്നിട്ട് പറയാ, ഹാമാൻ ഇങ്ങനെ സംഭവിച്ചു എന്ന്. മൊർദെഖായി യഹൂദനാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ ഭാര്യയും സ്നേഹിതനും പറയാം, അങ്ങനെയെങ്കിൽ നീ മൊർദെഖായിയുടെ മുമ്പിൽ വീഴാൻ തുടങ്ങി, നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതെല്ലാം പറഞ്ഞ കുതിരപ്പുറത്ത് മൊർദെഖായിയെ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം നടത്തി വീട്ടിലേക്ക് പോയ ഹാമാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അടുത്ത വീഞ്ഞു വരുന്നൊരു സമയമായി. രാജാവ് ആളയച്ച് ഹാമാനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് തിരികെ കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതായത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ വീഞ്ഞു വിരുന്നിനായി ഹാമാനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോരുന്നു. ഹാമാൻ അത്ര സന്തോഷത്തോടു കൂടിയല്ല ഈ രണ്ടാമത്തെ വരവ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. 7-ാം അധ്യായത്തിലെ 4-5-6 വാക്യങ്ങളും കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എന്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ.
എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിന്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. അഹശ്വേരോശ് രാജാവ് എസ്ഥേർ രാജ്ഞിയോട്, അവനാർ? ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു. അതിന് എസ്ഥേർ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിന്റെയും രാജ്ഞിയുടെ മുൻപിൽ ഭ്രമിച്ചുപോയി. ഇവിടെ നമ്മൾ കേട്ടല്ലോ, രണ്ടാമത്തെ വീഞ്ഞു വിരുന്നിന്റെ അന്ന് എസ്ഥേർ എന്ന് പറയുന്ന ആ ബുദ്ധിമതിയായ സ്ത്രീ കാര്യങ്ങളെ അതിന്റെ ക്രമത്തിൽ ഒന്നാം ദിവസം ആദ്യത്തെ ദിവസം പറഞ്ഞില്ല, രണ്ടാമത്തെ ഫസ്റ്റ് വീഞ്ഞു വിരുന്നിന്റെ ദിവസം പറഞ്ഞില്ല. അന്ന് രാജാവ് ചോദിക്കുന്നുണ്ട്, എസ്ഥേറേ നിന്റെ ആവശ്യം എന്താണ്? രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും നിനക്ക് തരാം. അന്നും മിണ്ടിയില്ല. രാജാവ് വീഞ്ഞ് ഞാൻ ഒരുക്കുന്ന വിരുന്നിന് വരണം എന്ന് മാത്രം പറഞ്ഞു വിട്ടു. മൂന്നാമത്തെ ദിവസത്തിൽ, അതായത് വിരുന്നിന്റെ രണ്ടാമത്തെ ദിവസത്തിൽ രാജാവ് ചോദിക്കുമ്പോൾ ഇവിടെ എസ്ഥേർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദുഷ്ടനായ ഹാമാനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ്. മാനിച്ചു എന്ന് പറയുന്നതും ഞാൻ എന്നെ മാത്രമാണ് വിളിച്ചു എന്ന് പറയുന്നതും ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിനെതിരായി പ്രവർത്തിച്ചിട്ട് എത്ര ഉന്നതനാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് താളടിയായി തീരുന്ന ഒരു രംഗം നമുക്ക് ഇതിൽ നിന്ന് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ കാവൽക്കാരനായിരുന്ന വാതിൽക്കാവലിരുന്ന മൊർദെഖായി എന്ന് പറഞ്ഞ വിശ്വസ്തനെ ദൈവം കൈകാര്യം ചെയ്ത് മറ്റൊരു വിധത്തിലാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ സാധാരണ പറയുമല്ലോ, ദൈവം സർവജ്ഞാനിയാണ്, ഹൃദയങ്ങളെ പരിശോധിക്കുന്നൊക്കെ. ഈ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരത്തെ നന്നായിട്ട് അറിയുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് അറിയുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമുക്ക് തക്കവണ്ണമാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ ദൈവത്തിനറിയാം വ്യക്തി ഏതാണെന്ന്. അതുകൊണ്ട് നാം മനുഷ്യനെയല്ല ഇവിടെ കാര്യങ്ങളെ ധരിപ്പിക്കേണ്ട, ദൈവത്തെയാണ്. ദൈവത്തിന് മുമ്പിലാണ് നാം തെളിയിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഉന്നത പദവിയുള്ള ഹാമാന് സംഭവിക്കുന്ന രംഗം വളരെ ദയനീയമാണ്. എന്നാൽ വലിയ പദവിയൊന്നുമില്ലാത്ത ഒരു വാതിൽക്കാവർക്കാനായിരിക്കുന്ന മൊർദെഖായിക്ക് സംഭവിക്കുന്നവയ്ക്ക് ദൈവം പ്രതിഫലം വിഭാഗിക്കുമ്പോൾ, ദൈവം കാര്യങ്ങളെ നടത്തുമ്പോൾ അവിടെ തെറ്റുപറ്റാറില്ല. ഇന്ന് എന്നെ ആരും ബഹുമാനിക്കുന്നില്ലല്ലോ, എന്നെ കരുതുന്നില്ലല്ലോ, എന്നെ ആരും ഗൗനിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിഷ്കളങ്ക ആ മനസ്സിനെ ദൈവസേന ഉണർത്തുന്നുവെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക, സമയമാകുമ്പോൾ മാനിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. ദൈവം അത് ചെയ്യുകയും ചെയ്യും. യോസഫിനോടും അതല്ലേ ചെയ്തത്. ഏറിയ നാളുകൾ താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുവെങ്കിൽ അവിടെ യോസഫിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ദൈവം നമ്മളെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തരായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്കറിയാം. അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ടാം ദിവസത്തെ വീഞ്ഞ വിരുന്നിൽ ഇവിടെ ഹാമാന്റെ കാര്യങ്ങളെ ഈ ദുഷ്ടനായ ഹാമാനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ രാജാവ് കോപത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് പുറത്തേക്ക് ഉദ്യാനത്തിലേക്ക് പോയി. ഹാമാന് മനസ്സിലായി, സ്വഭാവം അറിയാം, ബസ്തി ഒഴിവാക്കിയ സാഹചര്യം കിടക്കുന്നു. ഈ ഹാമാന് ശരിക്കും രാജാവിന്റെ സ്വഭാവം അറിയാം. കോപത്തോടെ പോയപ്പോൾ ഹാമാൻ മനസ്സിലാക്കി തന്റെ പ്രാണന് ദോഷം വന്നിട്ടുണ്ട്, തന്റെ തലയ്ക്ക് ഇവിടെ ദോഷം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് ഇറങ്ങിപ്പോയപ്പോൾ എസ്ഥേറിന്റെ അടുത്ത് എന്നൊന്ന് ക്ഷമ പറഞ്ഞ് കാര്യങ്ങളെ നടപ്പാക്കണമെന്നുള്ള ചിന്തയ്ക്കടുത്ത് എന്ന് എനിക്ക് തോന്നുന്നത് ഈ മൊർദെഖായിയെ അന്ന് പകൽ ഈ കുതിരപ്പത്ത് കൊണ്ടുപോയ ലജ്ജയും സങ്കടമൊക്കെ നിമിത്തം വീഞ്ഞ് ശരിക്കും ഈ ഹാമാൻ അകത്താക്കി എന്നുള്ളത് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എസ്ഥേറിന്റെ ആ ബെഡിലേക്ക് വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. രാജാവ് പെട്ടെന്ന് പുറത്തുനിന്ന് വീണ്ടും അകത്തേക്ക് കയറി വന്നപ്പോൾ കണ്ടത് ഈ ഹാമാൻ രാജ്ഞിയുടെ കിടക്കമേൽ വീണ് കിടക്കുന്നതാണ്. രാജാവിന് കോപം സഹിക്കാൻ വന്നില്ല. രാജ്ഞിയെ അവമാനിക്കുമോ എന്നുള്ള ചിന്തയാണ് രാജാവിന് വന്നത്. ആ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് തന്നെ ഇവിടെ അടുത്തുണ്ടായിരുന്നവർ ഹാമാനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഹാമാന്റെ തലമൂടി. അടുത്ത നടപടി ഏകദേശം ഹാമാന് മനസ്സിലായിട്ടുണ്ട്. ഈ സമയത്താണ് മൊർദെഖായിക്ക് വേണ്ടി 50 മുഴം ഉയരമുള്ള, അത്രയും പൊക്കത്തിൽ നാട്ടുകാർ മുഴുവൻ കാണണമെന്ന് ചിന്തിച്ചായിരിക്കാം, അത്രത്തോളം പൊക്കത്തിൽ ഏകദേശം 20-25 മീറ്റർ പൊക്കത്തിലുള്ള ഒരു കഴുമരം, ഒരുപക്ഷെ വൃക്ഷങ്ങൾക്കൊക്കെ വ്യത്യാസം പൊങ്ങി നിൽക്കുന്ന, എല്ലാവരും കാണണം എന്നുള്ള തന്റെ അഹന്തയുടെ, തന്റെ അഹംഭാവത്തിന്റെ ആ പൂർണ്ണ രൂപത്തിൽ സാധുവായ വിശ്വസ്തനായ ഒരു ദൈവവൈദ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഴുമരം, ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന കഴുമരത്തിൽ അന്ന് ഈ ഹാമാൻ തൂക്കപ്പെട്ടു എന്നുള്ളതാണ്.
അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാത്തതിന്റെ കാരണം ഏകദേശമൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് സകലവും അറിയുന്നവനാണ്. സമയാസമയങ്ങളിൽ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ യഹൂദജാതിയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് തന്ത്രപരമായി ചതി പ്രയോഗിച്ച ആ ദുഷ്ടമനുഷ്യന് സംഭവിച്ചത് തന്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരുക്കിയിരുന്ന കഴുമരത്തിൽ താൻ തന്നെ തൂക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തന്റെ പുത്ര ബാഹുല്യവും തന്റെ ധനമഹാത്മ്യവും തന്റെ സകല കഴിവുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട്, പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ വീണ് തകർന്ന് ഉടഞ്ഞു പോയി എന്ന് നാം മനസ്സിലാക്കണം. ദൈവം അനുകൂലമല്ലെങ്കിൽ മനുഷ്യന് സംഭവിക്കുന്ന, ഉന്നതന് സംഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്നതിന് സംഭവിക്കുന്ന ഏറ്റവും വേദനാജനകമായ വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ഈ 50 മുഴമുള്ള ഉയരമുള്ള ആ കഴുമരത്തിൽ ഹാമാൻ തൂക്കപ്പെട്ടു. ഹാമാൻ തൂക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഹാമാന്റെ വീട്, ഹാമാന്റെ പദവി, ഹാമാൻ കൊടുത്ത മുദ്രമോതിരം ഇതെല്ലാം എസ്തേറിന്റെ കയ്യിൽ അല്ലെങ്കിൽ മൊർദെഖായിയുടെ കയ്യിൽ എത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ ആദ്യം ആധാർ മാസം 12-ാം തീയതി 12-ാം മാസം 13-ാം തീയതി യഹൂദജാതിയെ കൊന്നൊടുക്കണമെന്നുള്ള വാർത്ത വന്നപ്പോൾ രാജാവും ഹാമാനും കുടിക്കാനിരുന്നു. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മൊർദെഖായി ശുഭ്രവും നീലയുമായ വസ്ത്രം ധരിച്ച് കയ്യിൽ ചെങ്കോലും പിടിച്ച് തലയിൽ കിരീടവും വെച്ച് ഇറങ്ങി വരുന്ന രംഗം കണ്ടപ്പോൾ ഈ ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിക്കുന്നു. നോക്കണേ, എത്ര പെട്ടെന്നാണ് സംഗതിയുടെ ഗതി മാറിയത്. സംഗതിയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെയൊക്കെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നത് എത്ര പെട്ടെന്നാണ്. സാഹചര്യങ്ങളാകെ മാറി മറിഞ്ഞു. ഇതാണ് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അന്നും ഇന്നും നാളെയും ദൈവം ചെയ്യുന്നത്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാത്തപ്പോൾ ദൈവം ചെയ്തെടുത്ത ഒരുപാട് പ്രവൃത്തിയുണ്ട്. മാത്രമല്ല, കാര്യങ്ങൾക്ക് പരിഹാരമായില്ലല്ലോ. ഈ 12-ാം മാസം 13-ാം തീയതി യഹൂദജാതിയെ കൊന്നൊടുക്കണം. അന്ന് ഹാമാൻ എഴുത്തെഴുതി മുദ്രമോതിരം കൊണ്ട് മുദ്ര വെച്ച് അഞ്ചൽക്കാർ കൈവശം കൊടുത്തു വിട്ടുവെങ്കിൽ ബുദ്ധിമാനായ മൊർദെഖായി കാര്യങ്ങൾ ചെയ്യുന്നത് രാജതുരകങ്ങളുടെ മേലെ ഈ കത്തുമായി ആൾക്കാരെ വിടുകയാണ് ചെയ്യുന്നത്. സമയമില്ല, എത്രയും പെട്ടെന്ന് ചെയ്യണം. രാജാവിന്റെ കൽപ്പന ഒഴിവാക്കാൻ കഴിയില്ല എന്ന് എസ്തറിനോട് രാജാവ് ബോധിപ്പിച്ചു. എന്നാൽ ബുദ്ധിയുടെ സാമർഥ്യവും ദൈവത്തിന്റെ കൃപയും കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഈ മൊർദെഖായി എസ്തേറും എത്തുകയും, എസ്തേർ എന്ന് പറഞ്ഞ ഇവിടെ രാജ്ഞിയാണ്, മൊർദെഖായി എത്തുകയും കാര്യങ്ങളെ വേണ്ടതുപോലെ ക്രമീകരിക്കുകയും ചെയ്തു. ആ മാസത്തിലേക്ക് യഹൂദന്മാരെ കുറിച്ചുള്ള പേടി നിമിത്തം പലരും യഹൂദന്മാരായി എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ അതിന്റെ 10-ാം അധ്യായം 3-ാമത്തെ വാക്യം കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ശ്രദ്ധിച്ചാലും മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും. അഹശ്വേരോശ് രാജാവിന്റെ, നോക്കണം, ഹാമാന്റെ പദവിയിലേക്ക് മൊർദെഖായി വന്നിട്ട് യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും, യഹൂദന്മാരിൽ വെച്ച് മഹാനും. അതിനേക്കാൾ വലിയൊരു ഇല്ല. ഇപ്പം രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഹാമാനാണ് വലിയവൻ. രണ്ടാമനും ഈ യഹൂദന്മാരിൽ വെച്ച് മഹാനും, സഹോദര സംഘത്തിന് ഇഷ്ടനും. നോക്കണേ, സഹോദര സംഘത്തിന് ഇഷ്ടനും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഒരു പാസ്റ്റർ ആയാലും ഒരു വിശ്വാസി ആയാലും ഏത് വിധത്തിൽ നമ്മെ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. ഇവിടെ ഈ മഹാനായ മനുഷ്യൻ തന്റെ സഹോദരന്മാർക്ക് ഇഷ്ടനായിരുന്നു. കാരണം തന്റെ ജീവനെ പണയം വെച്ച് താൻ അധ്വാനിച്ചത്. ഇത് നമുക്കൊരു സമൂഹത്തിന് വേണ്ടിയല്ല, നാം നമ്മുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ വലിയ സ്നേഹമില്ലെന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സഹോദരവർഗത്തിന് ഇഷ്ടനും, സ്വജനത്തിന് ഗുണകാംക്ഷിയും, തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. തന്റെ സകല വംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. ഈ മനുഷ്യന്റെ ഈ വാതിക്കലുള്ള ആ പമ്മിയുള്ള ഇരിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ? ഒരു പ്രശ്നവുമില്ല. പക്ഷെ കാര്യം വരുമ്പോൾ മൊർദെഖായി വളരെ ബ്രില്യന്റ് ആയിട്ട്, വളരെ ഗൗരവമുള്ളവനായ കാര്യങ്ങളെ നടത്തും. രാജാവിനെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം വന്നപ്പോൾ ഈ ഇരിക്കുന്ന വ്യക്തി ആ കാര്യത്തിന് അറിവ് കൊടുത്തു. ഏതെങ്കിലും ഒരു ദോഷം ആ രാജ്യത്ത് വരുന്നുണ്ടെങ്കിൽ, രാജാവിന് വരുന്നുണ്ടെങ്കിൽ, ഈ ഇരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം മാറും. ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നടത്തും. ഇന്ന് ആ വാതിക്കലിരുന്ന ആ ചെറിയ മനുഷ്യനെന്ന് ലോകം കണ്ട ആ മനുഷ്യൻ ഇന്ന് രാജ്യത്ത് രണ്ടാമനാണ്, ഉന്നതനാണ്. അതിനുള്ള കഴിവും പദവിയും എല്ലാം ആർജിച്ചെടുത്തത് ഒരു ദിവസം കൊണ്ടല്ല,
ദൈവം ഒരു മനുഷ്യനെ ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ദീർഘകാലത്തെ ദൈവത്തിന്റെ പണിപ്പുരയിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും, അത് ഞാനാകട്ടെ നിങ്ങളാകട്ടെ, ദൈവത്തിന്റെ പണിപ്പുരയിൽ കൂടെ കടന്നു പോകുന്ന, കഷ്ടതയുടെ ചൂളയിൽ കൂടെ ഒരുപക്ഷെ ജോസഫിനെ പോലെ കടത്തിവിടുന്ന, മൊർദെഖായിയുടെ ആ സാഹചര്യം പോലെ വേദനിക്കുന്ന രംഗത്തിൽ തന്റെ ജാതിയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് താൻ അനുഭവിച്ച വേദന, അത് നിമിത്തം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി, ദൈവം മൂശയിൽ കൂടെ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവരുന്ന ഒരു ഭക്തനെ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു വ്യക്തിയെ ദൈവം കൈകാര്യം ചെയ്ത് ദീർഘകാലത്തേക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദൈവം ആ വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമാകും. ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് കഷ്ടതയിൽ കൂടെ കടന്നുപോയ പല വ്യക്തികളും തെളിയിച്ചിട്ടുണ്ട്. അത് ദാനിയേലും തെളിയിച്ചിട്ടുണ്ട്, തന്റെ സുഹൃത്തുക്കളും തെളിയിച്ചിട്ടുണ്ട്, ഇവിടെ മൊർദെഖായിയും ജോസഫും തെളിയിച്ചിട്ടുണ്ട്, ഭക്തന്മാരെല്ലാം അത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വേദനിക്കുന്ന രംഗങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നാം? അങ്ങനെയെങ്കിൽ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന്റെ പണിപ്പുരയിലാണ് നാം ഉള്ളത്. അവന്റെ ദാസന്റെ വാക്ക് കേട്ട് മുന്നേറുന്നവൻ വെളിച്ചമില്ലാതെ ഇരുളിൽ കഴിയേണ്ടി വന്നാലും യഹോവയുടെ നാമത്തിൽ ചാരിക്കൊള്ളട്ടെ എന്ന് യെശയ്യാവ് പറയുന്നത് പോലെ, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ സമ്മാനമുണ്ട്. അത് ദൈവത്തിന്റെ സമയത്താണ് കൊടുക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ സമയത്തിന്. യോസെഫിന് അതാണല്ലോ നമ്മൾ കണ്ടത്. താൻ നിഷ്കളങ്കനായിരുന്നു, പക്ഷേ ഫറവോൻ സ്വപ്നം കാണുന്നത് വരെ താൻ കാരാഗൃഹത്തിലായിരുന്നു. ഫറവോൻ സ്വപ്നം കണ്ട് അന്ന് കാരാഗൃഹത്തിൽ തന്നെ കയറ്റി, തന്നെ ശൗര്യം ചെയ്യിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് യോഗ്യനാക്കി രാജാവിന്റെ അടുത്ത് കൊണ്ട് നിർത്തി. പിന്നെ ഒരിക്കലും കാരാഗൃഹത്തിലെ കുറിച്ച് തനിക്ക് ചിന്ത വന്നിട്ടില്ല. താൻ ഉന്നതമായ നിലവാരം പുലർത്തി. മൊർദെഖായിക്ക് അതുപോലെ തന്നെ ഗേറ്റ് കീപ്പറായിരുന്ന ആ വാതിൽക്കാവൽക്കാരനായ മനുഷ്യൻ, തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടന്ന ആ മനുഷ്യൻ, ആ വലിയ മനുഷ്യന്റെ അവസ്ഥ ഇന്ന് ആ വലിയ പദവി തന്നെയാണ് അലങ്കരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, നാം ക്രിസ്തു നിമിത്തം കഷ്ടമനുഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ വേദനപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ അടുത്ത് താഴ്മയോടും വിനയത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും നിന്നാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് കൃത്യസമയത്ത് ദൈവം ഉയർത്തും. ആ ഉയർത്താൻ ആർക്കും തടയുവാനായിട്ട് കഴിയില്ല. ഉന്നതന് മേൽ ഒരു അത്യുന്നതനുണ്ട്. ആ ദൈവം കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നുണ്ട്. ശമൂൽ പറയുന്നത് പോലെ, ശമൂലിനോട് ദൈവം പറയാ, നീ അവന്റെ മുഖമോ പൊക്കമോ നോക്കണ്ട. ഇന്ന് ഞാനടക്കമുള്ള നമ്മുടെ സമൂഹം പലപ്പോഴും വലിയ വ്യക്തി യോഗ്യനല്ലെങ്കിലും ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിൽ പലപ്പോഴും മനുഷ്യൻ കുടുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ മൊർദെഖായിയെ സംബന്ധിച്ച് സംഭവിച്ചില്ല. നമുക്കും അത് തന്നെയാണ്. ഒരു മനുഷ്യൻ യോഗ്യനല്ലെങ്കിൽ ആ മനുഷ്യനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള മനോബലം നമുക്കുണ്ടാകണം. ആത്മീക ശക്തിയും കാഴ്ചപ്പാടും ഒരു മനുഷ്യനുണ്ടാകണം എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒരാളെ അപമാനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവ ഭക്തന്മാരെ, ദൈവമക്കളെ, അവൻ ഏത് ഗണത്തിൽപ്പെട്ടവനായിക്കോട്ടെ, താഴ്ന്നവനോ ഉയർന്നവനോ ആയിക്കോട്ടെ, അവന് ബഹുമാനിക്കുകയും, ഉന്നത പദവിയാണെങ്കിലും ദൈവത്തെ മാനിക്കാത്തവനെ നമ്മൾ മാനിക്കാനായിട്ട് വലിയ ബദ്ധപ്പാടൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെ ഈ മൊർദെഖായി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് മിടുക്കനായി യഹൂദ ജാതിയെ മുഴുവൻ രക്ഷിച്ച്, യഹൂദരെ കുറിച്ചുള്ള ഭയനിമിത്തം ജാതികൾ പലരും യഹൂദരായി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ആ തേരോട്ടത്തിൽ ആ വിജയം യഹൂദ ജാതിക്ക് തന്നെയായിരുന്നു, മൊർദെഖായിയുടെ പക്ഷത്തിനായിരുന്നു, എസ്തേറിന്റെ പക്ഷത്തിനായിരുന്നു. ചില തീരുമാനങ്ങൾ നോക്കണേ. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. രാജപദവിയിലിരിക്കുന്ന രാജ്ഞിയായിരിക്കുന്ന ഒരു സ്ത്രീ പറയാ, ഞാൻ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ അവിടെ കടന്നു ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അത് ദൈവഭാഗത്തേക്ക് കാലുമാറ്റി ചവിട്ടിന്റെ തെളിവാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ഉറപ്പാണ്. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചില കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ സമ്പത്തൊക്കെയും തന്റെ ദാസന്മാർക്ക് കൊടുത്തിട്ട് ദൂരെ യാത്ര പോയതായിട്ട് മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. 5 കൊടുത്തവനുണ്ട്, 2 കൊടുത്തവനുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ നമുക്കറിയാം. ആ 5 കൊടുത്തവനെ വിളിച്ചു. അവൻ പറയാ, ഞാൻ 5ഉം കൂടെ നേടിയിട്ടുണ്ട്. ആ യജമാനൻ പറഞ്ഞ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്ത, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അവിടെ പറയുന്നത്. നോക്കണം, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിന് ഞാൻ വിചാരകനാണ്. മൊർദെഖായിക്ക് അതല്ലേ സംഭവിച്ചു? താൻ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നില്ലേ? ആ വാതിൽ കാവൽക്കാരനായ തന്റെ ഡ്യൂട്ടി താൻ വിശ്വസ്തനായിരുന്നില്ലേ? ഉന്നത പദവിയൊന്നും വേണ്ട വിശ്വസ്തത പുലർത്തുവാൻ ദൈവത്തോട്. തൂപ്പുകാരനും അതിന്റെ വിശ്വസ്തതയുണ്ട്, ഏതൊരു ജോലിക്കാരനും ഒരു വിശ്വസ്തതയുണ്ട്, ഒരു പാസ്റ്റർക്ക് അവന്റെ വിശ്വസ്തതയുണ്ട്, പാട്ട് പാടുന്ന വേവിച്ചനെ പോലുള്ളവർക്കും അതിന്റെ വിശ്വസ്തതയുണ്ട്. ആ പാട്ടിന്റെ കാര്യത്തിൽ ഒരു വിശ്വസ്തതയുണ്ട്, അല്ലെ? ആരാധനയുടെ കാര്യത്തിൽ ഒരു വിശ്വസ്തതയുണ്ട്. ദൈവം അത് കൃത്യമായി കുറിച്ചു വെക്കുന്നവനാണ്.
ഏതൊരു മനുഷ്യനെയും അതേപോലെ കാണാതെ അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് കാണുന്നവരാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് പറയാ, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മളിവിടെ കഷ്ടം അനുഭവിച്ചാലും സങ്കടം അനുഭവിച്ചാലും ആ യജമാനന്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനല്ലേ, ആ കർത്താവിന്റെ കാഹളം നുരിക്കാൻ വേണ്ടി അല്ലേ നമ്മൾ ചെവി ഓർക്കുന്നത്? അല്ല, നമ്മുടെ മരണമാണ് ആദ്യം നടക്കുന്നതെങ്കിൽ ആ കർത്താവിന്റെ മുമ്പിൽ എത്താനല്ലേ? വേച്ചാൻ പറഞ്ഞതുപോലെ നേരത്തെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർണ്ണമൊന്നുമല്ല, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവിന്റെ കാൽക്ക് വീണ് ആ കാല മുറിവേറ്റ കാൽക്കരങ്ങളൊന്ന് വന്ദിക്കുവാൻ, ഒന്ന് ഉമ്മ വെക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതിനപ്പുറം ഒരു ഭാഗ്യപദവി ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ വിശ്വസ്തനായിരുന്നേ പറ്റൂ. ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, ദൈവം തന്റെ ഭക്തന്മാരെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ചെറിയവനെയും വലിയവനെയും മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവനെ ഇല്ലാത്തവനെ മാനിക്കുന്ന ദിവസമുണ്ട്. ഈ ലോകത്തിൽ അറിയപ്പെടുന്നവനായാലും അല്ലാത്തവനായാലും ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മുമ്പന്മാർ പലർ പിന്നിലേക്ക് പോവുകയും ആരും അറിയാത്ത, ലോകമറിയാത്ത വിശ്വസ്തന്മാരായ ഭക്തന്മാർ ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു വന്ന് മാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ലഭിച്ചില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തിയുള്ള ഒരു കാര്യമല്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞുവോ? ദൈവത്തെ സേവിക്കുവാൻ കഴിഞ്ഞുവോ? അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്താണ്. അതുകൊണ്ട് ദൈവത്താൽ മാനിക്കപ്പെട്ട മൊർദെഖായിയെ, യോസേഫിനൊക്കെ നമുക്ക് നോക്കിയാൽ അവർ കടന്നുപോയ വഴികൾ അത്ര എളുപ്പമല്ല, അത്ര സുഖകരമല്ല, അത്ര സന്തോഷമായിരുന്നില്ല. പക്ഷേ അവർക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ടായി. അവരുടെ ജീവിത വിശ്വസ്തതയിൽ ദൈവം നൽകിക്കൊടുത്ത ചില അർത്ഥവത്തായ മൂല്യങ്ങൾ അവർക്കുണ്ടായി. അത് നമുക്ക് ഇന്നൊരു പാഠമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ഉപദേശപ്രകാരം ഒരുങ്ങാം, വചനപ്രകാരം ഒരുങ്ങാം. അതിനപ്പുറത്തുള്ളതെല്ലാം നമുക്ക് മാറ്റി നിർത്താനുള്ള ആത്മീക ആർജവം നമുക്കുണ്ടാകട്ടെ. ദൈവസന്നിധി നമുക്ക് വിശ്വസ്തയോടെ മുന്നേറാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയിലും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയിലും യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയിലും യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനെ പേർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗക്കാരാം നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനെ പേർക്കാൻ വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗക്കാരാം നാട്ടിലാക്കുവാൻ. ശാപം നീങ്ങി പാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാമെന്നു രക്ഷിതാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നു രക്ഷിതാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയിലും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയിലും
സമ്പത്താകുന്നു.